സംഖ്യാപുസ്തകം അദ്ധ്യായം 19. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്: യഹോവ കൽപ്പിച്ച ന്യായപ്രമാണം എന്തെന്നാൽ, കളങ്കവും ഊനവുമില്ലാത്തതും നുകം വയ്ക്കാത്തതുമായ ഒരു ചുവന്ന പശുക്കിടാവിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക. നിങ്ങളതിനെ പുരോഹിതനായ എലയാസാരിൻ്റെ പക്കൽ ഏൽപ്പിക്കണം. അവൻ അതിനെ പാളയത്തിനു പുറത്തു കൊണ്ടുപോകുകയും ഒരുവൻ അതിനെ അവൻ്റെ മുമ്പിൽ വെച്ച് അറുക്കുകയും വേണം. പുരോഹിതനായ എലയാസാർ വിരൽ കൊണ്ട് അതിൻ്റെ രക്തം കുറേ എടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ മുൻഭാഗത്തിനു നേരെ 7 പ്രാവശ്യം തളിക്കണം. അതിൻ്റെ ശേഷം പശുക്കിടാവിനെ അവൻ കാൺകെ ചുട്ട് ഭസ്മീകരിക്കണം. അതിൻ്റെ തോലും മാംസവും രക്തവും ചാണകവും കൂടെ ചുടണം. പിന്നെ പുരോഹിതൻ ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ എന്നിവയെടുത്ത് പശുക്കിടാവിനെ ചുടുന്ന തീയുടെ നടുവിലിടണം. അനന്തരം പുരോഹിതൻ വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയ ശേഷം പാളയത്തിലേക്ക് വരികയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അതിനെ ചുട്ടവനും വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകുകയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ പശുക്കിടാവിൻ്റെ ഭസ്മം വാരി പാളയത്തിനു പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെക്കണം. അത് ഇസ്രായേൽ മക്കളുടെ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചു വെക്കണം. അത് ഒരു പാപയാഗം. പശുക്കിടാവിൻ്റെ ഭസ്മം വാരിയവനും വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ഇസ്രായേൽ മക്കൾക്കും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും ഇത് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. യാതൊരു മനുഷ്യൻ്റെയും ശവം തൊടുന്നവൻ 7 ദിവസം അശുദ്ധനായിരിക്കണം. അവൻ 3-ാം ദിവസവും 7-ാം ദിവസവും ആ വെള്ളം കൊണ്ട് തന്നെത്താൻ ശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ 3-ാം ദിവസം തന്നെ ശുദ്ധീകരിക്കാഞ്ഞാൽ 7-ാം ദിവസം അവൻ ശുദ്ധിയുള്ളവനാകയില്ല. മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ശവം ആരെങ്കിലും തൊട്ടിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാഞ്ഞാൽ അവൻ യഹോവയുടെ തിരുനിവാസത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. ശുദ്ധീകരണ ജലം കൊണ്ട് അവനെ തളിച്ചില്ല, അവൻ അശുദ്ധൻ. അവൻ്റെ അശുദ്ധി അവൻ്റെ മേൽ നിൽക്കുന്നു. കൂടാരത്തിൽ വെച്ച് ഒരുത്തൻ മരിച്ചാലുള്ള ന്യായപ്രമാണമാവിത്. ആ കൂടാരത്തിൽ കടക്കുന്ന ഏവനും കൂടാരത്തിൽ ഇരിക്കുന്ന ഏവനും 7 ദിവസം അശുദ്ധനായിരിക്കണം. മൂടിക്കെട്ടാതെ തുറന്നിരിക്കുന്ന പാത്രമെല്ലാം അശുദ്ധമാകും. വെളിയിൽ വെച്ച് വാളാൽ കൊല്ലപ്പെട്ട ഒരുത്തനെയോ മരിച്ചുപോയ ഒരുത്തനെയോ മനുഷ്യൻ്റെ അസ്ഥിയെയോ ഒരു ശവക്കുഴിയെയോ തൊടുന്നവനെല്ലാം 7 ദിവസം അശുദ്ധനായിരിക്കണം. അശുദ്ധനായിത്തീരുന്നവന് വേണ്ടി പാപയാഗം ചുട്ട ഭസ്മം എടുത്ത് ഒരു പാത്രത്തിലിട്ട് അതിൽ ഉറവ് വെള്ളം ഒഴിക്കണം. പിന്നെ ശുദ്ധിയുള്ള ഒരുത്തൻ ഈസോപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി കൂടാരത്തെയും സകല പാത്രങ്ങളെയും അവിടെ ഉണ്ടായിരുന്ന ആളുകളെയും അസ്ഥിയെയോ കൊല്ലപ്പെട്ട ഒരുത്തനെയോ മരിച്ചുപോയ ഒരുത്തനെയോ ഒരു ശവക്കുഴിയെയോ തൊട്ടവനെയും തളിക്കണം. ശുദ്ധിയുള്ളവൻ അശുദ്ധനായി തീർന്നവനെ 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. 7-ാം ദിവസം അവൻ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രമലക്കി വെള്ളത്തിൽ തന്നെത്താൻ കഴുകണം. സന്ധ്യയ്ക്ക് അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാഞ്ഞാൽ അവനെ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ യഹോവയുടെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. ശുദ്ധീകരണ ജലം കൊണ്ട് അവനെ തളിച്ചില്ല, അവൻ അശുദ്ധൻ. ഇത് അവർക്ക് എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ വസ്ത്രം അലക്കണം. ശുദ്ധീകരണ ജലം തൊടുന്നവനും സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അശുദ്ധൻ തൊടുന്നത് എല്ലാം അശുദ്ധമാകും. അത് തൊടുന്നവനും സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം.